ഗൾഫിലേക്ക് പോകുന്ന തലേ ദിവസം എല്ലാ പ്രവാസികളും അനുഭവിക്കുന്നൊരു വേദന ഉണ്ട്. നാളെ പുലർച്ചെ പോകണല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മളെ ബീവി നമ്മളെ മക്കളൊപ്പം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, അതേപോലെ ബീവി നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, നമ്മളും അവരോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ആ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് മുഖത്തോട് മുഖം നോക്കാതുള്ള ഒരു സംസാരമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പുലർച്ചെ പോകണം. അതേപോലെ നമ്മൾ ഉപ്പ ഉമ്മ നാട്ടുകാര് വീട്ടുകാര് നമ്മളെ ബന്ധുക്കള് നമ്മളെ കൂട്ടുകാര് എത്ര നാൾ കഴിഞ്ഞിട്ട് കാണും, ഇനി തമ്മിൽ കാണോ, അങ്ങനെ ഓരോരോ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അതിലേറെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു കുട്ടികളുള്ള പ്രവാസികളില് ബാപ്പ നാളെ പുലർച്ചെ ഞാൻ എണീക്കാത്തിന്റെ മുന്നേ എന്നെ പിരിഞ്ഞു പോകുമെന്നുള്ള ചിന്തിക്കാനുള്ള പക്വതാവാത്ത മക്കളുണ്ടെങ്കിൽ അതാകും ഏറ്റവും വേദന. നിറക്കണ്ണുകളോടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കാണുന്നുള്ള പ്രതീക്ഷയിലാവും ഓരോ പ്രവാസിയും. ഗൾഫിലേക്ക് പോകുന്ന തലേ ദിവസം എല്ലാ പ്രവാസികളും അനുഭവിക്കുന്നൊരു വേദന ഉണ്ട്. നാളെ പുലർച്ചെ പോകണല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മളെ ബീവി നമ്മളെ മക്കളൊപ്പം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, അതേപോലെ ബീവി നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, നമ്മളും അവരോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ആ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് മുഖത്തോട് മുഖം നോക്കാതുള്ള ഒരു സംസാരമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പുലർച്ചെ പോകണം. അതേപോലെ നമ്മൾ ഉപ്പ ഉമ്മ നാട്ടുകാര് വീട്ടുകാര് നമ്മളെ ബന്ധുക്കള് നമ്മളെ കൂട്ടുകാര് എത്ര നാൾ കഴിഞ്ഞിട്ട് കാണും, ഇനി തമ്മിൽ കാണോ, അങ്ങനെ ഓരോരോ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അതിലേറെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു കുട്ടികളുള്ള പ്രവാസികളില് ബാപ്പ നാളെ പുലർച്ചെ ഞാൻ എണീക്കാത്തിന്റെ മുന്നേ എന്നെ പിരിഞ്ഞു പോകുമെന്നുള്ള ചിന്തിക്കാനുള്ള പക്വതാവാത്ത മക്കളുണ്ടെങ്കിൽ അതാകും ഏറ്റവും വേദന. നിറക്കണ്ണുകളോടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കാണുന്നുള്ള പ്രതീക്ഷയിലാവും ഓരോ പ്രവാസിയും.